പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി പുതിയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരാനുള്ള ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. VBG രാംജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്ന ബില്ല് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പുതിയ ബില്ല് അവതരിപ്പിച്ചു. ഈ ബില്ലിന്മേലുള്ള ഈ ബില്ലാണ് ഇന്നിപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. കേന്ദ്ര നടപടിയിൽ വിവാദങ്ങളും ശക്തമാണ്. നമുക്ക് പരിശോധിക്കാം എന്താണ് ഈ പദ്ധതിയിലെ പുതിയ മാറ്റങ്ങളെന്ന്, പ്രതിപക്ഷം എന്തിന് ഈ പദ്ധതിയെ എതിർക്കുന്നു എന്ന്, തൊഴിൽ നഷ്ടം ആർക്കൊക്കെയാണ് എന്ന് വിശദമായി പരിശോധിക്കുകയാണ്. ഹൈ ഫൈവ് പദ്ധതിയിലെ വലിയ മാറ്റങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, 2 ദശകങ്ങളായി ഗ്രാമീണ തൊഴിൽ മേഖലയിൽ നിർണായക പങ്ക് വഹിച്ച മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരടക്കം മാറ്റി ബദൽ നടപ്പാക്കാനുള്ള ബില്ലാണ് കേന്ദ്രം ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ പേര് അപ്പാടെ ഒഴിവാക്കുന്നതായിരുന്നു ഈ ബില്ല്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് ഇനി അറിയപ്പെടാൻ പോകുന്നത് VBG രാംജി, അതായത് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ഇങ്ങനെയായിരിക്കും ഇനി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുക. ഈ ചുരുക്കപ്പേരിലായിരിക്കും ഇതിനി അറിയപ്പെടുക. എന്താണ് തൊഴിലുറപ്പ് പദ്ധതി എന്നതിൽ നിന്നും തുടങ്ങാം നമുക്ക് ആദ്യം. അതായത് ഏറ്റവും അടിത്തട്ടിലുള്ള ജനതയിലേക്ക് സർക്കാരിന്റെ പണം എത്തിക്കാനും വിപണി ചലിപ്പിക്കാനുമുള്ള മാർഗമായിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് നമുക്ക് വളരെ ലളിതമായി പറയാം. എന്തായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, 2005 അന്നത്തെ UPA സർക്കാർ ആരംഭിച്ച MGNREGA, അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, ഇതായിരുന്നു 2005 അന്നത്തെ UPA സർക്കാർ ആരംഭിച്ച പദ്ധതി. ഈ പദ്ധതിയിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിൽ ദുർബല ജനവിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. ഇതായിരുന്നു അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഈ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സാധാരണ തൊഴിലൊന്നും എടുക്കാൻ കെൽപ്പില്ലാത്തവർക്കും പ്രതിഫലം നൽകുക, അതായിരുന്നു ഈ പദ്ധതി കൊണ്ടുവന്നതിലൂടെ അന്നത്തെ സർക്കാർ ലക്ഷ്യം വച്ചിരുന്ന ഒരു കാര്യം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അനുസരിച്ച് ഗ്രാമീണ മേഖലകളിലെ തൊഴിലാളികൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഈ പുതിയ ഭേദഗതി അനുസരിച്ച് എല്ലാത്തിനും വലിയ മാറ്റം വരാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ നോക്കിയാൽ, ഇതുവരെ വേതനം പൂർണ്ണമായും കേന്ദ്രത്തിൽ നിന്നായിരുന്നു. ഇനി ഇതിൽ 40% സംസ്ഥാനം വേണം വഹിക്കാൻ. മാത്രമല്ല ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് 90% കേന്ദ്രം നൽകുകയും ചെയ്യും. നിയമസഭകളില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് കേന്ദ്രം മുഴുവൻ തുകയും നൽകും. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമുക്ക് ഈ ബില്ലിലെ പുതിയ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. നോക്കൂ, പുതിയ ബില്ല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100 ദിവസത്തെ തൊഴിൽ എന്നത് 125 ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ജോലി പൂർത്തിയായതിനു ശേഷം 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകണം എന്നൊരു നിർദ്ദേശം ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇനി ബില്ലിലെ മറ്റ് വ്യവസ്ഥകളിലേക്ക് വന്നാൽ, അതിലൊന്ന്, സമയപരിധിക്കുള്ളിൽ വേതനം നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനത്തിനും ഈ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. തൊഴിൽ മേഖലകൾ പക്ഷേ ഇവിടെ കേന്ദ്രമായിരിക്കും തീരുമാനിക്കുക. ഏതൊക്കെ മേഖലകളിൽപ്പെട്ടവർക്ക് വേണം ഈ ജോലി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ വേതനം നൽകേണ്ടത്, അക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പക്ഷേ കേന്ദ്രമായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, പുതിയ ബില്ലനുസരിച്ച് തൊഴിൽ മേഖലകളെ പ്രധാനമായും 4 തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ മേഖലകൾ നോക്കൂ: ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ഏറ്റവും അവസാനത്തേത് പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കൽ. ഇങ്ങനെ 4 മേഖലകളായി ഇതിനെ തിരിച്ചായിരിക്കും തൊഴിൽ ഇനി ലഭ്യമാവുക. ഓരോ സാമ്പത്തിക വർഷവും സംസ്ഥാനം തിരിച്ചുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നിർണയിക്കും. നിലവിൽ സംസ്ഥാനങ്ങളുടെ ആവശ്യപ്രകാരം തുക അനുവദിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി തൊട്ട് അങ്ങനെ ആയിരിക്കില്ല. സാമ്പത്തിക വർഷം ഈ സംസ്ഥാനത്തിന് തിരിച്ചുള്ള വിഹിതം കേന്ദ്ര സർക്കാർ ആയിരിക്കും നിർണയിക്കുക. തൊഴിൽ ആസൂത്രണം ഗ്രാമതലത്തിൽ നിർവഹിക്കാനും അനുമതിയുണ്ട്. അതേപോലെ
ഈ പദ്ധതി ആസൂത്രണത്തിനും അതിന്റെ നിരീക്ഷണത്തിനും ഒക്കെയായിട്ട് PM ഗതിശക്തി അടക്കമുള്ള കേന്ദ്ര പ്ലാറ്റ്ഫോമുകളുമായി ഈ പദ്ധതിയെ ബന്ധിപ്പിക്കും. അങ്ങനെയും ഒരു ശുപാർശ ഈ ബില്ലിൽ പറയുന്നുണ്ട്. ഏകീകൃത സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഫണ്ട് ദുരുപയോഗം വ്യാപകമാണ്. ഇപ്പം ഈ ജലസേചനം, ഭൂഗർഭ ശേഖരം, അതേപോലെ ഭൂഗർഭ ജലശേഖരം ശക്തിപ്പെടുത്തൽ, അതുപോലെ ഗ്രാമങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി കൂട്ടൽ, വെള്ളപ്പൊക്കം തടയൽ, മണ്ണ് സംരക്ഷണം, ഭവന നിർമ്മാണം, അതേപോലെ ഈ വൈദ്യുതീകരണം തുടങ്ങിയവ പ്രധാനപ്പെട്ട മേഖലകളായി, ഇതൊക്കെ പ്രധാനപ്പെട്ട മേഖലകളായി ഇനി നിശ്ചയിക്കാൻ പോവുകയാണ്. ഇല്ലാത്ത പ്രവർത്തികളുടെ പേരിലുള്ള ഫണ്ട് ദുരുപയോഗം തടയാൻ ജോലി സ്ഥലങ്ങളിൽ ജിയോ ടാഗിംഗ് നിരീക്ഷിക്കും. അതേപോലെ മറ്റൊന്ന്, തൊഴിലാളികൾക്ക് മൊബൈൽ ആപ്പ് അധിഷ്ഠിത ഹാജർ ഏർപ്പെടുത്താനും ഈ ബില്ലിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. ഈ ഹാജർ മാത്രമല്ല, ആധാർ അധിഷ്ഠിത പേയ്മെന്റിനും ബില്ലിൽ ശുപാർശയുണ്ട്. ഇതുകൊണ്ടും തീർന്നില്ല, ഈ രണ്ടെണ്ണം കൊണ്ട് തീർന്നില്ല. നോക്കൂ, തട്ടിപ്പ് തടയാൻ AI സംവിധാനം കൊണ്ടുവരും, ജോലി വിവരം തത്സമയം അറിയാനായിട്ട് GPS കൊണ്ടുവരും, മൊബൈൽ അധിഷ്ഠിത നിരീക്ഷണങ്ങളും ഒക്കെയും ഇതിൽ ഉണ്ടായിരിക്കും. പ്രതിവാര റിപ്പോർട്ടുകൾ ഗ്രാമപഞ്ചായത്തുകൾ തോറും 2 തവണ വാർഷിക സോഷ്യൽ ഓഡിറ്റുകൾ നടത്തും. കഴിഞ്ഞിട്ടില്ല. വിതയ്ക്കൽ, വിളവെടുപ്പ് സീസണുകളിൽ 60 ദിവസം വരെ മറ്റു തൊഴിലുകൾ നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകും. കൃഷി കാര്യങ്ങൾക്കും ഈ സേവനം വിനിയോഗിക്കണമെന്ന് ഈ ബില്ലിൽ പ്രധാനമായിട്ടും ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ശുപാർശകൾ. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ് ഈ വിഷയത്തിന്മേലുള്ള കേന്ദ്രത്തിന്റെ അവകാശവാദമാണ് എന്തെന്നാണ്. നോക്കൂ, ഈ കേന്ദ്രത്തിന്റെ അവകാശവാദം എന്ന് വെച്ചാൽ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആക്ട്, അജീവിക മിഷൻ ഗ്രാമീൺ, അഥവാ നമ്മൾ ഈ പറയുന്ന പോലെ VBG റാം ജി നിയമം അനുസരിച്ച് നിയമം 2025 കേന്ദ്രം പറയാൻ ശ്രമിക്കുന്നത് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടാനുള്ള ഒരു പദ്ധതി എന്നാണ്. ഇതിൽ ഇനി എന്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്നുകൂടി നമ്മൾ പരിശോധിക്കണം, അല്ലേ? പ്രതിപക്ഷത്തിന്റെ ആരോപണം ആദ്യം സംസ്ഥാനങ്ങളിലെ തൊഴിലുറപ്പ് വേതനത്തിൽ നിന്ന് തുടങ്ങാം നമുക്ക്. കാരണം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം കർണാടകയാണ്. കർണാടക നൽകുന്ന വേതനം തൊഴിലുറപ്പിന് ഒരു ദിവസം 370 രൂപയാണ് കർണാടകം നൽകുന്നത്. കേരളത്തിൽ അത് 369 രൂപയാണ്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അത് 339 രൂപയാണ്. ഇനി തെലുങ്കാനയിലേക്ക് വന്നാൽ അത് 307 രൂപയാണ്. ഒരു ദിവസം 307 രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടും. ആന്ധ്രാപ്രദേശിലേക്ക് വന്നാൽ അത് 307 രൂപയാണ്. ഹരിയാനയിലേക്ക് വന്നാൽ അത് 400 രൂപയുമാണ്. ഇനി ഗുജറാത്തിലേക്ക് വന്നാൽ അത് 288 രൂപ. ഒരു ദിവസത്തെ വേതനമാണ് കേട്ടോ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ, 288 രൂപ. ഉത്തർപ്രദേശ് അത് 252 രൂപ. മഹാരാഷ്ട്രയിൽ 312 രൂപ. ഇപ്പം നമ്മൾ ചാർട്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്നത് ഹരിയാനയാണ്. ഒരു ദിവസം 400 രൂപ ഹരിയാനയിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 369 രൂപയുണ്ട്. ഒട്ടും കുറവല്ല. സംസ്ഥാനം നല്ല തുക നൽകുന്നുണ്ട്. അപ്പം ഈ ചാർട്ടിലെ ഇതിലാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ സംസ്ഥാനങ്ങളിലെ ഓരോ തുക, ഈ തുകകളിലാണ് ഇനി ഒരു വലിയ മാറ്റം വരാൻ പോകുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ ഈ വേതനമൊക്കെ ഇപ്പം ഗുജറാത്തിൽ 288 രൂപ, ഉത്തർപ്രദേശ് 252 രൂപയൊക്കെ നേരത്തെ കേന്ദ്രത്തിൽ നിന്നായിരുന്നു കിട്ടിയിരുന്നത് എങ്കിൽ ഇനി ഇവിടങ്ങളിലൊക്കെ 40% സംസ്ഥാനം വഹിക്കേണ്ടി വരും. നേരത്തെ ഇത് പൂർണ്ണമായിട്ടും കേന്ദ്രമാണ് നൽകിയത്. ഇനി തൊട്ട് 40% സംസ്ഥാനം വഹിക്കണം, 60% കേന്ദ്രം നൽകും. അങ്ങനെ വരും. ഇനി ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ 90% കേന്ദ്രം നൽകും, 10% സംസ്ഥാനം വഹിച്ചാൽ മതി. അപ്പോൾ അത് സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. ഇന്നിപ്പോൾ NK പ്രേമചന്ദ്രൻ MP ലോക്സഭയിൽ പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തിന്, കേരളത്തിന് മാത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2500 കോടിയിലധികം ബാധ്യത ഉണ്ടാകുമെന്നാണ്. സമാനമായിട്ട് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകും. അതേപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമായിരിക്കും ഇനി ഈ പദ്ധതി നടപ്പാക്കുക. അപ്പോൾ അങ്ങനെ കേന്ദ്രം തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടമാകും ആയി പോയാലോ എന്നൊരു ആശങ്കയും ശക്തമാണ്. അപ്പോൾ ഇതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനമായും നടക്കുന്ന പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആശങ്കകൾ. ഇക്കാര്യങ്ങളൊക്കെയാണ്.